നമസ്കാരം. മഹാഭാരത വിചാരത്തിന്റെ ഭാഗമായി ഇന്ന് നൈമിശാരണ്യത്തെ കുറിച്ച് പറയാം. മഹാഭാരതം ചർച്ച ചെയ്യപ്പെട്ട വേദികയാണ്, ചർച്ച ചെയ്യപ്പെട്ട സ്ഥലമാണ് നൈമിശാരണ്യം. വ്യാസവിരചിതമായ മഹാഭാരതം വ്യാസഭഗവാൻ സ്വശിഷ്യനായ വൈശമ്പായനന് ഉപദേശിച്ചു കൊടുക്കുകയും വൈശമ്പായനൻ ജനമേജയൻ നടത്തിയ സർപ്പസത്രത്തിൽ വെച്ച്, നാഗയാഗത്തിൽ വെച്ച് ജനമേജയന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. വൈശമ്പായനും ജനമേജയനും തമ്മിലുള്ള സംവാദ രൂപത്തിൽ ഇതൾ വിരിഞ്ഞ ഈ മഹാഭാരതം നൈമിശാരണ്യത്തിൽ വെച്ച് ശൗനകാദി ഋഷീശ്വരന്മാർക്ക് സൂതൻ പറഞ്ഞു കൊടുത്തു. സൂത ശൗനക സംവാദ രൂപത്തിലുള്ള ഇതിഹാസ ആഖ്യാനമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ലഭിക്കുന്ന മഹാഭാരതം സൂത ശൗനക സംവാദ രൂപത്തിലാണ് സമാരംഭിക്കുന്നത് എന്നർത്ഥം. അതിന്റെ വേദിക നൈമിശാരണ്യമാണ്. മഹാഭാരതം മാത്രമല്ല, ഭാഗവതാദി പുരാണങ്ങളും നൈമിശാരണ്യത്തിൽ വെച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് നൈമിശാരണ്യത്തിന്റെ പ്രാധാന്യം? ഋഷീശ്വരന്മാർ ഒരിക്കൽ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് കലിബാധയില്ലാതെ തപസ്സു ചെയ്ത് മഹത്പദം പ്രാപിക്കുന്നതിന് ഉചിതമായ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചപ്പോ ബ്രഹ്മാവ് അവർക്കൊരു വലിയ ചക്രം നൽകി എന്നാണ് കഥ. ഈ ചക്രം എന്ന് പറഞ്ഞാൽ ചംക്രമണാത് ചക്രം, ഉരുണ്ട് പോകുന്നതാണ് ചക്രം. ഈ ചക്രം ഉരുട്ടി അങ്ങ് പോവുക. അത് പല വഴിക്കും പോകും, പല ലോകങ്ങളിലൂടെ, പല ദേശങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച് പോകുന്ന ഈ ചക്രം എവിടെയാണോ നിശ്ചലമാവുന്നത്, എവിടെയാണോ തകർന്നു പോകുന്നത്, എവിടെയാണോ ചക്രത്തിന്റെ പ്രയാണം അവസാനിക്കുന്നത്, ആ സ്ഥലമാണ് നിങ്ങൾക്ക് നിലകൊള്ളാൻ ഉചിതമായ സ്ഥലം എന്ന് ബ്രഹ്മാവ് നിർദ്ദേശിക്കുകയും അങ്ങനെ അവർ ചക്രത്തിനു പിന്നാലെ സഞ്ചരിച്ച് നിരവധിയായ ദേശങ്ങളിലൂടെയും നിരവധിയായ ലോകങ്ങളിലൂടെയും സഞ്ചരിച്ച് ഒടുവിൽ ഒരു സുന്ദരമായ വനപ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് നേമി എന്നാൽ ചക്രം, നേമി ശീർണമായ ചക്രം തരിപ്പണമായ ആ സ്ഥലം നൈമിശാരണ്യം എന്ന് അറിയപ്പെട്ടു എന്നാണ് കഥ. ഈ നൈമിശാരണ്യത്തില് ഋഷിമാരും ഋഷികുലപതിയായ ശൗനക മഹർഷിയും ഉൾപ്പെടെ സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് നിലകൊള്ളുന്ന സമയത്താണ് സൂതൻ, കഥാപ്രവചന പടുവായ സൂതൻ ഇങ്ങോട്ട് ആഗതനാവുന്നത്. സൂതനോട് ശൗനകാദികൾ ചോദിക്കുന്ന ചോദ്യവും സൂതൻ അതിനു പറയുന്ന മറുപടിയുമായിട്ടാണ് സൂത ശൗനക സംവാദ രൂപത്തിൽ ഇതിഹാസ കാവ്യമായിട്ടുള്ള മഹാഭാരതം ആവിഷ്കരിക്കപ്പെടുന്നത്. മഹാഭാരതം ആവിഷ്കരിക്കപ്പെടുന്ന പ്രതലമാണ് നൈമിശാരണ്യം എന്ന് കാണും. ഇനി രസകരമായ കാര്യം, ആരാണ് ഈ സൂത ശൗനകാദികൾ എന്ന് ചോദിക്കുമ്പോൾ അലഞ്ഞു തിരിയുന്ന മനുഷ്യ മനസ്സ്, അന്വേഷണാത്മകമായ മനുഷ്യ മനസ്സ്, നിരവധി ചോദ്യങ്ങളുള്ള, സന്ദേഹങ്ങളുള്ള മനുഷ്യ മനസ്സ് തന്നെയാണ് ശൗനകനെന്നും ആ ശൗനകന്റെ സന്ദേഹങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ബുദ്ധി തന്നെയാണ് സൂതൻ എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. ഇപ്രകാരം സൂത ശൗനക സംവാദ രൂപത്തിൽ ഇതൾ വിരിയുന്ന തത്വചിന്തകളുടെ, തത്വോപദേശങ്ങളുടെ വേദികയാണ് നൈമിശാരണ്യം. നൈമിശാരണ്യത്തിൽ വെച്ച് മഹാഭാരതം ചർച്ച ചെയ്യപ്പെടുന്നു. നമസ്കാരം.